ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കാത്തിരുന്ന കീം എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 5/1/26 മുതൽ 31/26 വരെയാണ് സ്റ്റുഡൻസിന് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത്. ആരെല്ലാമാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്? ഫ്യൂച്ചറിൽ ഒരു എഞ്ചിനീയറോ ഫാർമസിസ്റ്റോ ആകാൻ ഇൻട്രസ്റ്റ് ഉള്ള വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യേണ്ട എൻട്രൻസ് എക്സാമാണ് കീം. ഇത് കൂടാതെ MBBS, BAMS, BHMS, BUMS, BVSC ആൻഡ് AH, ഫോറസ്ട്രി, ഫിഷറീസ് ഈ കോഴ്സസ് എടുക്കേണ്ട വിദ്യാർത്ഥികൾ നിർബന്ധമായും കേരള എൻട്രൻസ് കമ്മീഷന് അലൗട്ട് ചെയ്യേണ്ട സീറ്റ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കീം എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു എക്സാമിന് ആവശ്യമായിട്ട് വരുന്നത്? നമ്മുടെ ഒരു ക്ലിയർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് സൈൻ ചെയ്ത് അത് സ്കാൻ ചെയ്തെടുക്കുക, നാഷണാലിറ്റി പ്രൂഫ് സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇമെയിൽ ID, നമ്മൾ ഉപയോഗിച്ച് വരുന്ന ആക്സസിബിൾ ആയിട്ടുള്ള 2 മൊബൈൽ നമ്പേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ വഴിയാണ്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യം വരുന്നതാണ്. എന്നാണ് എക്സാം വരുന്നത് നോക്കാം. ഏപ്രിൽ 13 മുതൽ 25 വരെയാണ് എക്സാംസ് നടന്നു വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കീം എക്സാം. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്ട്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മാത്തമാറ്റിക്സിന് 75 മാർക്സും ഫിസിക്സിന് 45 മാർക്സും കെമിസ്ട്രിക്ക് 30 മാർക്സും ആണ് വരുന്നത്. ടോട്ടൽ ടൈം വരുന്നത് 120 മിനിറ്റ്സ് ആണ്. ഇനി ബിഫാംകാർക്കാണെങ്കിൽ മാത്സ് ഒഴിച്ച് ഫിസിക്സ്, കെമിസ്ട്രി ഈ സബ്ജക്ട്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതവും. ഇത് കൂടാതെ നെഗറ്റീവ് മാർക്സ് ആണ് ഉണ്ടാകുന്നത്. ശരിയായിട്ടുള്ള തയ്യാറെടുപ്പും ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടെങ്കിൽ കീം വിജയം നിങ്ങൾക്കും ഉറപ്പാണ്. എങ്കിൽ നിങ്ങൾക്കിനി വിജയത്തിനായിട്ട് ഒരുങ്ങിക്കൂടെ? എജു മാസ്റ്റേഴ്സ് ഫോളോ ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കാത്തിരുന്ന കീം എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 5/1/26 മുതൽ 31/26 വരെയാണ് സ്റ്റുഡൻസിന് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത്. ആരെല്ലാമാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്? ഫ്യൂച്ചറിൽ ഒരു എഞ്ചിനീയറോ ഫാർമസിസ്റ്റോ ആകാൻ ഇൻട്രസ്റ്റ് ഉള്ള വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യേണ്ട എൻട്രൻസ് എക്സാമാണ് കീം. ഇത് കൂടാതെ MBBS, BAMS, BHMS, BUMS, BVSC ആൻഡ് AH, ഫോറസ്ട്രി, ഫിഷറീസ് ഈ കോഴ്സസ് എടുക്കേണ്ട വിദ്യാർത്ഥികൾ നിർബന്ധമായും കേരള എൻട്രൻസ് കമ്മീഷന് അലൗട്ട് ചെയ്യേണ്ട സീറ്റ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കീം എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു എക്സാമിന് ആവശ്യമായിട്ട് വരുന്നത്? നമ്മുടെ ഒരു ക്ലിയർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് സൈൻ ചെയ്ത് അത് സ്കാൻ ചെയ്തെടുക്കുക, നാഷണാലിറ്റി പ്രൂഫ് സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇമെയിൽ ID, നമ്മൾ ഉപയോഗിച്ച് വരുന്ന ആക്സസിബിൾ ആയിട്ടുള്ള 2 മൊബൈൽ നമ്പേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ വഴിയാണ്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യം വരുന്നതാണ്. എന്നാണ് എക്സാം വരുന്നത് നോക്കാം. ഏപ്രിൽ 13 മുതൽ 25 വരെയാണ് എക്സാംസ് നടന്നു വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കീം എക്സാം. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്ട്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മാത്തമാറ്റിക്സിന് 75 മാർക്സും ഫിസിക്സിന് 45 മാർക്സും കെമിസ്ട്രിക്ക് 30 മാർക്സും ആണ് വരുന്നത്. ടോട്ടൽ ടൈം വരുന്നത് 120 മിനിറ്റ്സ് ആണ്. ഇനി ബിഫാംകാർക്കാണെങ്കിൽ മാത്സ് ഒഴിച്ച് ഫിസിക്സ്, കെമിസ്ട്രി ഈ സബ്ജക്ട്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതവും. ഇത് കൂടാതെ നെഗറ്റീവ് മാർക്സ് ആണ് ഉണ്ടാകുന്നത്. ശരിയായിട്ടുള്ള തയ്യാറെടുപ്പും ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടെങ്കിൽ കീം വിജയം നിങ്ങൾക്കും ഉറപ്പാണ്. എങ്കിൽ നിങ്ങൾക്കിനി വിജയത്തിനായിട്ട് ഒരുങ്ങിക്കൂടെ? എജു മാസ്റ്റേഴ്സ് ഫോളോ ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി.